കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. വെയിലുകൊണ്ട് പണിയെടുത്ത UDF പ്രവർത്തകരെ നിരാശരാക്കരുതെന്ന് PMA സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. പൊതുമധ്യത്തിലെ ചർച്ചകൾ ശരിയല്ല, കൃത്യസമയത്ത് ലീഗ് നിലപാട് വ്യക്തമാക്കുമെന്നും PMA സലാം. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് ടേം വ്യവസ്ഥ ഉണ്ടാകില്ലെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ചർച്ചകളിലെ ചോദ്യങ്ങളോട് മൗനം പാലിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗ് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലല്ലോ, അത് അതിൻ്റെ ആ സമയമുണ്ട്. ആ സമയത്ത് UDF ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുക. പിന്നെ പൊതു സമൂഹത്തിൽ ഇത് ചർച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല. ഈ ഭൂരിപക്ഷം ഉണ്ടാക്കാനും UDFനെ അധികാരത്തിലേറ്റാനും വോട്ട് ചെയ്യിക്കാനും ഒക്കെ വെയിലുകൊണ്ട ആയിരക്കണക്കിന് UDFന്റെ പ്രവർത്തകരുണ്ട്. അവരെ നിരാശരാക്കരുത്. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അന്ന് പറയാം 4-ാം തീയതിക്ക് ശേഷം. വല്ലാതെ ടെൻഷനിൽ 24 മണിക്കൂർ കൊണ്ട് തീരുമാനം എടുക്കേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. പക്ഷെ അത് പറയേണ്ട സമയത്തല്ല. അങ്ങനത്തെ ഒരു വ്യവസ്ഥയില്ല. ആര് തിരഞ്ഞെടുക്കുന്നുവോ ആ നേതാവ് 5 വർഷവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. വിവരങ്ങളുമായി റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഗുഡ് ഈവനിങ്. വലിയ അതൃപ്തിയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും. നേരത്തെ K മുരളീധരൻ തുറന്നടിച്ചിരുന്നു. ഇന്നും കൂടി K മുരളീധരൻ പറയുന്നു ഇത്ര തിടുക്കം വേണ്ട എന്നാണ് പറയുന്നത്. UDF പ്രവർത്തകരെ നിരാശരാക്കരുത് മുഖ്യമന്ത്രി ചർച്ചയിൽ എന്നാണ് ലീഗിന്റെയും നിലപാട്. അതൃപ്തി പുകയുകയാണോ UDFിൽ? അരുൺകുമാർ, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ ആളിക്കത്തുകയാണ്. ചർച്ചകൾ നിയന്ത്രിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ ചർച്ച തുടരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനിയും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നാൽ ആ കാര്യത്തിൽ രമേശ് ചെന്നിത്തല വിഭാഗവും പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിക്കുന്നവരും ഹൈക്കമാൻഡിന് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിൽ അവരോധിക്കാനുള്ള നീക്കം അത് ശക്തിയുക്തം എതിർക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസിനകത്ത് ആഭ്യന്തര കലാപം. കാരണം വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,